യഹോവ മശിഹായ്ക്ക് സ്തുതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഈ വീഡിയോയിൽ സാപത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. കഴിഞ്ഞ 10 വീഡിയോയിലൂടെയും നമ്മൾ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ അടയാളമായ സാപത്ത് ആചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, 10 കൽപ്പനയിൽ ഒരു കൽപ്പനയെങ്കിലും തെറ്റിച്ചാൽ നമുക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ പ്രധാനമായ വിഷയമാണ് സാപത്ത്. സാപത്ത് എന്നത് ഒരു ദീർഘമായ വിഷയമാണ്. നമ്മൾ പല പ്രാവശ്യം ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ നമ്മൾ ഈ സാപത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് അത് യഹൂദന്മാരുടെ ഒരു സ്പെഷ്യൽ ഡേ മാത്രമാണ്, അല്ലെങ്കിൽ അത് യഹൂദന്മാർക്ക് മാത്രം ആചരിക്കാനുള്ള എന്തോ ഒരു സംഗതിയാണ്, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പൊതുവെ ഒരു മിഥ്യാധാരണ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ ദൈവം ഒന്നാണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതും ഒരു കാര്യമാണ്. എന്ത്? സാപത്ത് ആചരിക്കണം എന്ന്. നമുക്ക് പഴയ നിയമം കൂടുതൽ അറിയില്ല, പുതിയ നിയമം ഓൾമോസ്റ്റ് നമുക്ക് കാണാപ്പാടായിരിക്കും. പഴയ നിയമം കൂടുതലായിട്ട് പഠിക്കുന്നത് യഹൂദന്മാരായതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനില്ല. പക്ഷേ സൃഷ്ടിയുടെ ആദ്യം മുതൽക്കേ സാപത്ത് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 2:3 നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സാപത്ത്. 7-ാം ദിവസം ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയാണ് സാപത്ത് എന്നത്. അതായത് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. നമുക്കും വിശ്രമിക്കാനായി അനുഗ്രഹിച്ച് ദൈവം തന്ന ഒരു ദിവസമാണ് സാപത്ത്, 7-ാമത്തെ ദിവസം. വേറെ ഒരു ദിവസത്തെയും അനുഗ്രഹിച്ചതായി ബൈബിൾ പറയുന്നില്ല. ഇനി സാപത്ത് എന്നാണ്? അതായത് സാപത്ത് എന്ന് പറയുന്നത് 7-ാം ദിവസം, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ്. അതായത് വെള്ളിയാഴ്ച ഒരു വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെയാണ് സാപത്ത് ആചരിക്കേണ്ടത്. പക്ഷെ നമ്മളെ പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്നത് സാപത്ത് ശനിയാഴ്ചയല്ല, അത് സൺഡേ എന്നായിരുന്നു അല്ലേ? അതൊരു മിഥ്യാധാരണയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവില്ലേ, 7-ാം ദിവസം ശനിയാഴ്ചയാണ് എന്നതിന് എന്താ ഇപ്പോൾ തെളിവ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ? അപ്പം ഞാനത് പറഞ്ഞുതരാം. അതായത് ഹീബ്രു ഭാഷയിൽ സൺഡേ എന്നാൽ യോം റഷോൻ, മൺഡേ എന്നാൽ യോം ശനി, ട്യൂസ്ഡേ എന്നാൽ യോം സ്ലിഷി. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 7-ാം ദിവസം സാറ്റർഡേ എന്നാൽ ഷബാത്ത് എന്നാണ്. ഇതിലും വലിയ തെളിവ് വേണോ? അങ്ങനെ ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ AD 321 324 ആണ് ഈ സൺഡേ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ത്രിയേക ദൈവം എങ്ങനെയാണ് സാത്താൻ സഭയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെയാണ് ഈ സൺഡേ എന്ന വർഷിപ്പ് ആരംഭിച്ചത്. അതായത് നമ്മുടെ യേശുവ ഉയർത്തെഴുന്നേറ്റത് സൺഡേ ആണ് എന്ന് മിഥ്യാധാരണ പരത്തിക്കൊണ്ട് അങ്ങനെയാണ് ഇത് സൺഡേ എന്ന രീതിയിൽ സൺഡേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സൂര്യൻ്റെ ദിവസം അല്ലേ? അത് 1-ാം ദിവസമാണ്, സൂര്യൻ്റെ ദിവസം. ഈ സൂര്യനെ ആരാധിപ്പിക്കാനായിട്ട് ഈ സഭയിലേക്ക് നമ്മുടെ സാത്താൻ ഒരു ട്രിക്ക് വെച്ചിട്ടാണ് ഈ സൺഡേയെ കൊണ്ടുവന്നത്, വ്യാജം പഠിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മൾ സാപത്ത് സൺഡേ ആണ് എന്ന് മിഥ്യാധാരണ ഉണ്ടാക്കി നമ്മളത് അനുവർത്തിച്ച് പോന്നിരുന്നത്. നമ്മുടെ കാരണന്മാരും സഭയിലെ സഭാ മേലധികാരികളും എല്ലാം അനുവർത്തിച്ച് പോകുന്നു. അവർ പഠിപ്പിച്ചു തന്നു, നമ്മളതുപോലെ നമ്മൾ അത് അനുവർത്തിച്ച് പോകുന്നു. ഇനി നമ്മൾ സത്യം മനസ്സിലാക്കിയവരാണ്. അപ്പോൾ എന്നാണ് നമ്മൾ സാപത്ത് ആചരിക്കേണ്ടത്? ശനിയാഴ്ച, വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ. ഇനി ഇത് 4-ാം കൽപ്പനയാണ് നമ്മുടെ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അല്ലേ? 4-ാമത്തെ കൽപ്പനയാണ് സാപത്ത് ആചരിക്കുക എന്നത്. ഇനി ദൈവത്തിൻ്റെ അടയാളമാണ് സാപത്ത് എന്ന് പുറപ്പാട് 20:8, നിയമാവർത്തനം 5:12, പുറപ്പാട് 31:12 ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അപ്പോൾ നമുക്ക് പറയാം അല്ലേ, യേശുവ, അതായത് ചിലവർ പറയണ കേട്ടില്ലേ ക്രിസ്ത്യാനികൾ, യേശുവ വന്നപ്പോൾ പിന്നെ സാപത്തൊന്നുമില്ലാന്ന്. എന്താ അത് പറയുന്നത്? യേശുവ, ഞാൻ പറഞ്ഞല്ലോ, യേശുവ ഒരു കംപ്ലീറ്റ് മനുഷ്യനായിട്ട് യഹൂദനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ യേശുവാക്കി സാപത്തുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കി. അതായത് യേശുവായെ 5 കോടതിയിലാണ്
യേശുവായെ വിചാരണ ചെയ്തത്. ഈ പരീശന്മാർ ശാസ്ത്രിമാരൊക്കെ എന്താ വാദിച്ചത്? യേശുവ അവരുടെ നിയമം തെറ്റിക്കുന്നു എന്നാണ്. അതായത് അവരുടെ നിയമം പ്രധാനമായിട്ടും സാബത്തായിരുന്നു. അതൊരു സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു സംഗതിയല്ലായിരുന്നു. സാബത്തിന് പണി വേലയെടുക്കുന്നവൻ മരണത്തിന് യോഗ്യനാണെന്നാണ് അവർ വിശ്വസിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശുവ സാബത്ത് ആചരിച്ചില്ലായിരുന്നു എങ്കിൽ ഈ 5 കോടതി വിചാരണ ചെയ്തിട്ടും യേശുവ കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? യേശുവ സാബത്ത് ആചരിച്ചു എന്നിരുന്നല്ലേ? അങ്ങനെ ഇപ്പോഴും നിങ്ങൾ യേശുവ വന്നിട്ട് സാബത്ത് മാറ്റിക്കളയാനാണ് യേശുവ വന്നതെന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രികളെ പോലെയും ഈ പരീശന്മാരെ പോലെയും ഒക്കെ അവരെ പോലെ വീണ്ടും നമ്മൾ യേശുവായെ കുറ്റം വിധിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. യേശുവ സാബത്ത് തെറ്റിച്ചതായിട്ട് നമ്മുടെ ഈ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം യേശു എന്താ പറഞ്ഞത്? മത്തായി 5-ാം അധ്യായം 17:8 യേശു എന്താ പറഞ്ഞത്? ഞാൻ നിയമങ്ങളെ മാറ്റാനല്ല വന്നതെന്ന് നിങ്ങൾ നിനക്കേ ചെയ്യരുതെന്ന്. ഞാൻ നിയമങ്ങളുടെ പൂർത്തീകരണമാണെന്നാ പറയുന്നത്. ഇനി എൻ്റെ നിയമങ്ങൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ഇനി കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ നമുക്ക് ഈ ശബാത്തിനെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. യഹൂദന്മാർക്ക് അത് സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ കർശനമായിട്ട് തന്നെ ആ ഒരു നിയമം അവർ പാലിച്ചു പോന്നിരുന്നതാണ്. ഇനി 2 യാക്കോബ് 2:10 എന്താ പറയണേ? ഒന്നിൽ തെറ്റിയാൽ മുഴുവനും തെറ്റിപ്പോകും. ഒരു കൽപ്പന തെറ്റിച്ചാൽ മുഴുവനും അത് തെറ്റിപ്പോകുമെന്നാണ് പറയുന്നത്. യാക്കോബ് 2:10 കേട്ടോ. ഇനി അതുപോലെ തന്നെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 20:12 പറയുന്നുണ്ട്, സാബത്ത് എനിക്കും നിനക്കും തമ്മിലുള്ള അടയാളമാണ്. ദൈവം തന്ന ഗിഫ്റ്റാണ് സാബത്ത്. ഇനി ഞാൻ യഹൂദനല്ലായിരിക്കെ എന്തിനാണ് സാബത്ത് ആചരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ? അത് ഏശയ്യ 56:1-12 പറയുന്നുണ്ട്. അന്യജാതിക്കാരനോട്, അന്യജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അതായത് യഹൂദന്മാരല്ലാതിരിക്കുന്ന നമ്മളാണ് അന്യജാതികൾ. നമ്മളോട് എന്താ ദൈവം പറഞ്ഞത്? ജാതികളാണെന്ന് കാണിച്ച് ഞാൻ വേർതിരിവ് കാണിക്കില്ല. എങ്ങനെയാണെങ്കിൽ സാബത്ത് വിശുദ്ധമായി ആചരിച്ചാൽ മക്കളുടെ അവകാശം ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. സാബത്ത് ആചരിക്കുകയാണെങ്കിൽ മാത്രം. റൂത്ത് എന്താണ് പറഞ്ഞത് നവോമിയോട്? നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം അല്ലേ? അതുപോലെ ആയിരിക്കണം നമ്മൾ. യഹൂദൻ്റെ ദൈവം നമ്മുടെ ദൈവം. മനസ്സിലായ? അങ്ങനെ ആയിരുന്നാൽ മാത്രമേ അന്യജാതിക്കാരനായ നമുക്ക് സ്വന്തം മക്കളോടുകൂടെ ദൈവത്തിൻ്റെ മക്കളോടുകൂടെ ചേരാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മൾ സാബത്ത് ആചരിക്കാൻ പ്രത്യേകം ഉത്സാഹിക്കണമെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 48:11 പറയുന്നുണ്ട്. പിന്നെ ഏശയ്യ 66:22-24 അതിലെന്താ പറയുന്നത്? വരും കാലത്ത് നിത്യതയോളം, അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായിരിക്കുമ്പോഴും അവിടെയും മാസാരംഭവും സാബത്തും ആചരിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭൂമിയിൽ ആചരിക്കാത്ത നമ്മൾ പിന്നെ എങ്ങനെയാണ് സാബത്ത് ആചരിക്കുക? നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇപ്പം റൂത്ത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് കൊണ്ടാലേ റൂത്തിൽ നിന്നും ബോവാസിൽ നിന്നുമാണ് ദാവീദ്, സോളമൻ, മശിഹ എല്ലാവർക്കും ആ ഒരു തലമുറയിലാണ് ജനിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം ആ ഭാഗ്യം നോക്കി. അതുപോലെ നമ്മളും സാബത്ത് ആചരിച്ച് അപ്പൻ്റെ മക്കളോട് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കും നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാതെ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയണേ. ഇനി വെളിപാട് 14:12 അതിൽ പറയുന്നത്, കൽപ്പന കാത്തു സൂക്ഷിക്കാത്തവർക്കും സാബത്ത് ആചരിക്കാത്തവർക്കും പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. ഇനി പുതിയ നിയമത്തിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യേശുവായുടെ ശിഷ്യന്മാർ സാബത്ത് ആചരിച്ചിരുന്നു. പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. യേശുവായുടെ എല്ലാ ശിഷ്യന്മാരും സാബത്ത് ദിവസത്തിൽ സിനഗോഗിൽ പഠിപ്പിച്ചിരുന്നു. ഇനി യേശുവ പറയാണ് ഈ സാബത്ത് നിങ്ങൾ ആചരിക്കേണ്ട എന്ന് പഠിപ്പിച്ചിരുന്നു എങ്കിൽ ശിഷ്യന്മാർ പിന്നെ അത് ആചരിക്കാമോ? അവർ ഫോളോ ചെയ്യുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. യഹൂദന്മാർക്ക് പ്രധാനമായിട്ടും 7 പെരുന്നാളാണുള്ളത്. പിന്നെ മാസാരംഭമുണ്ട്, സാബത്തുണ്ട്.
ഇതിനിടെ എല്ലാം നമ്മൾ അവരോട് കൂടി ചേർന്ന് നിൽക്കണം. ഈ 7 പെരുന്നാളുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെസഹ, പെന്തക്കൊസ്ത, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ആദിഫലത്തിൻ്റെ തിരുനാൾ, കാഹള പെരുന്നാളിലാണ് നമ്മുടെ യേശുവ ജനിച്ചത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ക്രിസ്മസ് ആണെന്നും പറഞ്ഞ എല്ലാവരും അങ്ങനെ ഇപ്പോൾ ഈ മാസം ആചരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. കാഹള പെരുന്നാളിൻ്റെ അന്നാണ് യേശുവ ജനിച്ചത്. പിന്നെ 6-മത്തെ പാപപരിഹാര ദിനം, 7-മത്തെ കൂടാര തിരുനാൾ. ഇങ്ങനെ 7 ഫീസ്റ്റുകളാണ് യഹൂദന്മാർക്കുള്ളത്. പിന്നെയാണ് മാസാരംഭം എന്ന് വെച്ചാൽ റോഷ് കൊദേശ്, അതായത് അമാവാസി, മാസാരംഭം. ഈ ദിവസങ്ങളിലൊക്കെ ദുഷ്ടശക്തികൾക്ക് അവരുടെ ശക്തി വർദ്ധിക്കും. അതായത് അവർക്ക് അങ്ങനെ കുറേ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ദിവസങ്ങളിൽ നല്ല ശക്തമായിട്ട് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ സാത്താൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അന്നത്തെ ദിവസം ഒരു പ്രത്യേക പ്രാർത്ഥിക്കണം. യഹൂദന്മാർ അങ്ങനെ പ്രാർത്ഥിക്കും. അവർ വായിക്കേണ്ട കുറേ വായനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ വേറെ പറഞ്ഞു തരാം. നമ്മളതൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ബൈബിളിൽ അതൊക്കെ നമ്മൾ വായിക്കണം. പിന്നെ ഉള്ളതാണ് ഈ സാബത്ത് എന്നുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ 7 പെരുന്നാളിനും സാബത്തിനും റോഷ് ഖുദേശിനും ഒക്കെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള കുറേ പ്രാർത്ഥനകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, ഇല്ല, യേശുവായുടെ ശിഷ്യന്മാർ ഇതൊന്നും ആചരിച്ചിരുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് പറയാനായിട്ട് അവരെടുത്തു കൊണ്ടുവരുന്ന ഒരു വാചകമുണ്ട്. അതായത് കൊളോസ്യർക്കെഴുതിയ ലേഖനം 2:14, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാബത്തിൻ്റെയും ആചരണത്തിലും നിങ്ങളെ ആരും കുറ്റപ്പെടുത്താതിരിക്കട്ടെ എന്ന്. അതായത് ഇതൊന്നും ആചരിക്കേണ്ട എന്നാണ് അവർ ഈ വാചകം വായിച്ചിട്ട് നമ്മളോട് തിരിച്ചു പറയാം. പക്ഷെ ഇതൊന്നും കൂടി മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. അതായത് ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലും ഉത്സവങ്ങൾ, ഈ പറഞ്ഞ ഉത്സവങ്ങൾ, റോഷ് ഖുദേശ്, അമാവാസി, സാബത്തിൻ്റെ ആചരണം, ഇതിലൊക്കെ നിങ്ങളെ മറ്റുള്ളവർ ആരും കുറ്റപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായിരിക്കെ നാം ഇതിൽ വീഴ്ച വരുത്തിയാൽ, വീഴ്ച വന്നാൽ മറ്റുള്ളവർ യഹൂദന്മാർ നിങ്ങളെ കുറ്റപ്പെടുത്തും. എന്താ അതിൻ്റെ അർത്ഥം? ഇവരും അത് ആചരിക്കണമെന്നല്ലേ? ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, മനസ്സിലായ? അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം. ഇനി പറയുന്നുണ്ട് 3 പെരുന്നാളും ജെറുസലേമിൽ അവർ ഒന്നിച്ചു കൂടണം. സുക്കോത്ത്, പെന്തക്കുസ്ത, പെസഹ, ഈ പെരുന്നാളിനൊക്കെ അവർ ജെറുസലേമിൽ ഒന്നിച്ചു കൂടണം. ഈ പൗലോസ്ലീഹായുടെ ലേഖനം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ, അവർ ജെറുസലേമിലേക്ക് ഓടി, വ്യഗ്രതയാൽ ഓടി എന്നൊക്കെ. അതുപോലെ തന്നെ ഈ സാബത്ത് ദിവസം തന്നെയാണ് യേശുവ രോഗശാന്തി നൽകിയിരുന്നത്, യേശുവ സിനഗോഗിൽ പഠിപ്പിച്ചിരുന്നത്. അതുപോലെ പൗലോസ്ലീഹയുടെ ലേഖനത്തിലും പലപ്പോഴും കാണാൻ പറ്റും സാബത്തിൻ്റെ അന്ന് തന്നെയാണ് സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പുതിയ നിയമത്തിൽ സാബത്ത് ആചരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇനി ഞാൻ ഒറ്റടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരുപാട് ബൈബിൾ ഇത് കോഡ് കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ ഈ സാബത്തിനെ കുറിച്ച്. അതിൽ ഞാൻ കുറച്ച് ഒന്നൊരു ഓർഡറിൽ പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കണം. അപ്പോൾ ഉൽപ്പത്തി 2:2-3 ഞാൻ പറഞ്ഞല്ലോ സാബത്ത് 7-ാം ദിവസമാണ്, അത് അനുഗ്രഹിച്ച് നമുക്ക് തന്നു കാണാൻ പറ്റും. പുറപ്പാട് 20:8-11 സാബത്ത് ഓർത്ത് ആചരിക്കണമെന്നാണ് പറയുന്നത്. അത് മറക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ അപ്പനറിയാം, അതുകൊണ്ട് അത് ഓർത്ത് ആചരിക്കണം. ഏശയ്യ 56:2 സാബത്ത് അശുദ്ധമാക്കരുത്. ഏശയ്യ 66:23 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോഴും നിത്യരാജ്യത്തിലും നമുക്ക് സാബത്തും ആസാരംഭവും ആചരിക്കേണ്ടതുണ്ട്. പിന്നെ എസെക്കിയേൽ 20:12 ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു അടയാളമാണ് സാബത്ത്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്ന് നോക്കണമെങ്കിൽ മത്തായി 12:8 മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. ഇനി മർക്കോസ് 2:27 സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. ഇനി ലൂക്ക 4:16 അതിലെന്താണ്? യേശുവ പതിവ് പോലെ സാബത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിച്ചു. പതിവ് പോലെ, ആ വാക്യത്തിന് പ്രാധാന്യമുണ്ട്. എല്ലാ സാബത്തിലും യേശുവ സിനഗോഗിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാനും എൻ്റെ വീഡിയോസ് എല്ലാ സാബത്തിലാണ് ഞാൻ ഇടുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം 2, 18-ാം അധ്യായം 4 അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പതിവ് പോലെ പൗലോസ് സാബത്തിൽ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി പഠിപ്പിച്ചു എന്നത് കേട്ടാ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6:52 പറയുന്നു, നാം കൃപയ്ക്ക് കീഴ്പ്പെട്ടത് കൊണ്ട് പാപം ചെയ്യാമോ? നാം കൃപയാലാണല്ലേ നമുക്ക്, എന്നിട്ടും നമുക്ക് പാപം ചെയ്യാമോ? ഇല്ല. ഇനി 1 യാക്കോബ് 2:10 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, 10 കൽപ്പന അനുസരിച്ചിട്ടും ഒരു കൽപ്പന തെറ്റിച്ചാൽ എല്ലാം വീഴ്ച പറ്റി.
1 യോഹന്നാൻ 3:4 പറയുന്നു, കൽപ്പന ലംഘിച്ചാൽ അത് പാപമാകുന്നു, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. നിയമം എന്ന് പറഞ്ഞാൽ 10 കൽപ്പന ലംഘിക്കുന്നു. ഇനി വെളിപാട് 14:6 അതിൽ പറയുന്നത് 3 മാലാഖമാരുടെ സന്ദേശങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ മാലാഖ പറയുന്നത് ഇത് നിത്യമായ സുവിശേഷം എന്ന് നിങ്ങൾക്ക് അവിടെ വായിക്കാൻ പറ്റും. അത് പുറപ്പാട് 20:11 നേരിട്ട് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അത് സാബത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ പറയുന്നത് സാബത്തിന്റെ നിത്യമായ സുവിശേഷമാക്കി മാറ്റി എന്നാണ് ആ വാചകം നമുക്ക് വായിക്കാൻ പറ്റുന്നത്. നിത്യമായ സുവിശേഷം എന്നവിടെ ഉദ്ദേശിക്കുന്നത് സാബത്തിനെയാണ്. അതിനാൽ സാബത്തിന്റെ മാറ്റം അവകാശപ്പെടുന്ന ഏതൊരു സുവിശേഷമായാലും അത് യാന്ത്രികമായി തെറ്റായ സുവിശേഷമാണ്. വെളിപാട് 14:12 ദൈവകൽപ്പന അനുസരിക്കുന്ന വിശുദ്ധന്മാരുടെ സഹനം ഇവിടെ ആവശ്യമാണെന്ന്. അപ്പോൾ 10 കൽപ്പനയും അനുസരിക്കണ്ടേ? 9 അനുസരിച്ചാൽ മതിയോ? ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു സാബത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ശനിയാഴ്ചയാണെന്ന് മനസ്സിലായില്ലേ? അതായത് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് സാബത്ത് എന്നും നിങ്ങൾ മനസ്സിലാക്കി. ഇനി ആ സാബത്തിന്റെ അന്ന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. 7-ാം ദിവസമായ സാബത്തില് 7 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. 7 കാര്യങ്ങൾ ചെയ്യണം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചെയ്യാൻ പാടില്ല എന്നുള്ളതും ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ. അതല്ല, 7 എന്നുള്ള നമ്പർ ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ അന്ന് ജോലിക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ ശരിക്കും നിയമങ്ങൾ തന്നെയാണ്, യഹൂദന്മാർ അനുഷ്ഠിച്ചു പോകുന്ന നിയമങ്ങൾ. നമുക്കിത് പ്രാക്ടിക്കലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ പരമാവധി നമ്മളെ കുറിച്ച് നമ്മുടെ അപ്പനെ അറിയാലോ, പരമാവധി പറ്റുന്ന പോലെയൊക്കെ നമ്മളിത് പ്രാവർത്തികമാക്കണം കേട്ടോ. കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ചെയ്യുമ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ശീലിച്ച് പോന്നാൽ നമുക്ക് നല്ല അനുഗ്രഹങ്ങളാണ് കിട്ടുക. അപ്പോൾ 7 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതായത് ഒന്നാമതായിട്ട് ജോലി ചെയ്യാൻ പാടില്ല. അന്നത്തെ ദിവസം ജോലിക്ക് പോകരുത്. നമ്മൾ സൺഡേ അല്ലേ ജോലിക്ക് പോകാതിരിക്കുന്നത്. അത് നമ്മൾക്ക് ശനിയാഴ്ച ലീവ് എഴുതിയിടാം. പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ ലീവ് കിട്ടുന്നില്ല. ഇത്ര നാളും ലീവ് കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞതോടുകൂടി ഞാനും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി എനിക്കിപ്പോൾ ശനിയാഴ്ച ലീവ് കിട്ടുന്നില്ല. ഞാൻ പക്ഷേ ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പോലീസ്, ഫയർഫോഴ്സ്, ഹോസ്പിറ്റൽ, അങ്ങനെ ആ 3 മേഖലയിലുള്ളവർക്ക് ജോലിക്ക് പോകാം. കാരണം സാബത്തിന്റെ അന്ന് യേശുവ രോഗശാന്തി നൽകിയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ മേഖലയിലുള്ളവർക്ക് ജോലിക്ക് പോവാം. ബാക്കിയുള്ളവർ ജോലിക്ക് പോവാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫോൺ അത്യാവശ്യമില്ലാതെ അന്നത്തെ ദിവസം യൂസ് ചെയ്യരുത്. അത്യാവശ്യ കോള് മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലാണ്ട് ഫോൺ യൂസ് ചെയ്യരുത്. എൻ്റർടൈൻമെൻറ്റിനായിട്ട് നമുക്ക് സുവിശേഷം കാണാം, നമുക്ക് വചനങ്ങൾ കേൾക്കാം, അതൊക്കെ ചെയ്യാം. എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഫോണോ ടിവിയോ നമ്മൾ അന്നത്തെ ദിവസം യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമതായിട്ട് പൈസ ഇടപാടുകൾ നമ്മൾ നടത്താൻ പാടില്ല. ഗൂഗിൾ പേ ആയാലും പൈസ കൊടുത്തിട്ടുള്ള ഒരു ഇടപാടും തലേ ദിവസം തന്നെ നടത്തി വെക്കണം. അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചാലും, ഇപ്പം പെട്ടെന്ന് നമ്മൾ വചനം കേട്ടിരിക്കെ നെറ്റ് കഴിഞ്ഞു പോയാൽ കൂടിയും നമുക്ക് ഗൂഗിൾ പേ വഴി പോലും നമ്മൾ പൈസ ഇടപാട് നടത്താൻ പാടില്ല. നമ്മളുടെ ഈ എന്താ പറയുക, ഈ എരിവ് നമ്മളുടെ കർത്താവിനോടാണ്, അല്ലാണ്ട് മനുഷ്യരോടാണെങ്കിൽ നമുക്ക് ഒളിച്ചൊക്കെ ചെയ്യാം അല്ലേ. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയം പോലും അറിയുന്ന ദൈവമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൈസ ഇടപാട് നടത്തരുത്. നാലാമതായിട്ട് പാചകം ചെയ്യരുത്. അതും വളരെ ഇത്തിരി കടുകട്ടിയാണ്. തീ കത്തിക്കാൻ പാടില്ല. നമുക്ക് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കും. നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടി തന്നെ 2 ദിവസത്തേക്കുള്ള ഫുഡ് നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാനും ഒക്കെ റെഡിയാക്കാനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. സാധിക്കും നമുക്കത്. പിന്നെ ഒരു കുടുംബത്തിൽ ഒരാളാണ് അത് ചെയ്യുന്നത്, മറ്റുള്ളവരൊന്നും അതിന് തൽപരരല്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അന്ന് പാചകം ചെയ്യരുത്. പിന്നെ കുത്തിയിരുന്ന് പഠിക്കരുത്. അതൊരു ജോലിയായിട്ട് എടുക്കരുത്. നമുക്ക് വായിക്കാം, ഇഷ്ടമുള്ള ബുക്ക് അങ്ങനെയൊക്കെ വായിക്കില്ല, അല്ലാതെ കുത്തിയിരുന്ന് നമ്മളതൊരു ജോലിയായിട്ട് പഠിക്കാൻ പാടില്ല. പിന്നെ ആറാമതായിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത്. നമ്മൾ തന്നെ തലേദിവസം ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ, അപ്പോൾ അത് കഴിക്കുക. പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. പിന്നെ ഏഴാമത്തെ, വണ്ടി, വാഹനങ്ങൾ അതൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം യാത്രകളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നമ്പേഴ്സ് ഞാനാണ് ഇട്ടെങ്കിലും 7 ആക്കിയതെങ്കിലും, പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഒരു മാറ്റമില്ല കേട്ടോ. അതൊന്നും ഞാനുണ്ടാക്കിയ നിയമങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് യഹൂദന്മാർ അനുഷ്ഠിച്ചു പോകുന്ന കാര്യങ്ങൾ നമുക്ക്, ഞാൻ അന്ന് പറഞ്ഞല്ലോ,
വെളിപാട് കിട്ടുന്ന ഒരു യഹൂദ സ്ത്രീ വ്യക്തി നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ അറിവുകളാണേ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. നമ്മൾ ആര് പഠിപ്പിച്ചാലും, ഇപ്പം ഞാനാണ് പഠിപ്പിക്കുന്നതെങ്കിലും ആര് പഠിപ്പിക്കുകയാണെങ്കിലും നമ്മളുടെ എല്ലാം വേര് ഊന്നേണ്ടത് എവിടേക്കാണ്? ദൈവത്തിങ്കിലേക്കാണ് കേട്ടോ. ദൈവവുമാണ് ഏറ്റവും വലുത്, നമ്മളാരും അല്ല. അപ്പം ഇത് ഒക്കെയാണ് യഹൂദന്മാർ അനുഷ്ഠിച്ച് പോരുന്നത്. അപ്പം നമുക്കും അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. അങ്ങനെ 7 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് 7 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന്. എന്തൊക്കെയാണ് ചെയ്യാന്ന്? അതായത് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മണിയോട് കൂടി നമുക്ക് സാബത്ത് തുടങ്ങുകയാണല്ലോ. അപ്പം നമ്മൾ അതിൽ മുൻപായിട്ട് വീട് വൃത്തിയാക്കണം. അടിച്ചു വാരി തുടച്ച് മൊത്തം വൃത്തിയാക്കണം. വൃത്തിയുള്ളിടത്തെ ദൈവത്തിന് ഇരിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ സാത്താൻ്റെ പണിപ്പോരെ ആയിരിക്കും. അപ്പോൾ വീട് മൊത്തം വൃത്തിയാക്കണം. രണ്ടാമതായിട്ട് നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കണം. അന്ന് ഒരിക്കലും നമ്മൾ ഉപവാസമൊന്നുമല്ല, നമ്മൾ ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ അന്ന് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ സൺഡേ അല്ലേ അവരെല്ലാം ഇറച്ചി വാങ്ങിക്കലും ഒക്കെ ആഘോഷമൊക്കെ. നമുക്ക് സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കണം. 2 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഒരുക്കി നമ്മൾ റെഡിയാക്കി വെക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭംഗിയിൽ ഒരുങ്ങണം. നമ്മുടെ അപ്പയുടെ അടുത്തേക്കല്ലേ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ 4മതായിട്ട് നമ്മൾ സാബത്തിന് മേശ ഒരുക്കണം. അത് എത്രത്തോളം ഉത്സാഹിച്ച് അതിൻ്റെ ആ ഒരു ഉത്സാഹവും അതിൻ്റെ ഒരു ത്വരയുണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ അപ്പനോട് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്ന് അപ്പന് മനസ്സിലാകുക. അപ്പോൾ സാബത്തിന് മേശ ഒരുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേശ നമ്മൾ ഡൈനിങ് ടേബിള് എല്ലാവരും ഒരു കുടുംബം മൊത്തം ആചരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വീട്ടിൽ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 2ആൾക്കൊക്കെ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അമ്മയും മക്കളാണ്, അല്ലെങ്കിൽ അപ്പന് മാത്രമാണ്, അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ എങ്കിൽ നമുക്കൊരു ടീപ്പോയി വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ ദൈവം നമ്മളെ അറിയുന്ന ദൈവമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രോബ്ലം അല്ല. അപ്പോൾ ഒരു വെള്ള തുണി വിരിച്ച് അതിൽ 2 അതിൽ കൂടുതൽ മെഴുകുതിരി കത്തിക്കണം. മെഴുകുതിരി കത്തിച്ച് അതിൽ ബൈബിൾ, കിദ്ദൂഷ്, വൈൻ ഗ്ലാസ്, അതായത് ഏത് ഗ്ലാസ് എടുത്താലും, ചെറിയ ഗ്ലാസ്സോ വലിയ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് നിറച്ച് വൈൻ എടുക്കണം. അതുപോലെ വെള്ളം വേണം. പിന്നെ ഉപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ആ അപ്പം ഭക്ഷിക്കണം. അപ്പം ഉപ്പ് വേണം. പിന്നെ നമ്മൾക്ക് ഹൗദാല ചെയ്യുമ്പോൾ, അതായത് സാബത്ത് ഞാൻ പറഞ്ഞുതരാം, സാബത്ത് അവസാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ നമ്മൾ മണക്കും. അപ്പോൾ അത് വേണം. പിന്നെ എന്താ വേണ്ടേ, അതുപോലെ തന്നെ പൂക്കൾ കൊണ്ടൊക്കെ നന്നായിട്ട് അത് അലങ്കരിക്കണം. പിന്നെ ഏറ്റവും നല്ല ഒരു പ്ലേറ്റ്, നമ്മുടെ അപ്പന് നമ്മുടെ ഒപ്പം ഇരിക്കാനായിട്ട് നല്ലൊരു പ്ലേറ്റും അതിനുള്ള ഫോക്കസ് സാധനങ്ങളൊക്കെ അത് എടുത്ത് വെക്കണം. എന്നിട്ട് ഒരു വെള്ള തുണി വെച്ച് ഇത് മൂടണം. അതെന്തിനാന്ന് വെച്ചാൽ, പണ്ട് ദൈവം മന്ന പൊഴിച്ചു കൊടുത്തപ്പോൾ, യഹൂദന്മാർക്ക് പൊഴിച്ചു കൊടുത്തപ്പോൾ ആ മഞ്ഞിലാണ് കിടന്നിരുന്നത്. അപ്പം മഞ്ഞിൽ ഒരു ലെയർ മഞ്ഞ്, അതിനുശേഷം മന്ന പൊഴിച്ചു കൊടുത്തു. പിന്നീട് അതിന് മുകളിൽ വീണ്ടും മഞ്ഞ്. അങ്ങനെയായിരുന്നു അന്ന് കിടന്നിരുന്നത്. എന്നിട്ട് ആ മഞ്ഞ് അവർ കൊഴിച്ച് തോണ്ടിയിട്ടാണ് ഈ മന്ന എടുത്ത് അവർ ഭക്ഷിച്ചിരുന്നത്. അതിന് നമ്മൾ ഓർമ്മിച്ചു കൊണ്ടാണ് നമ്മൾ ഈ മേശയുടെ അടിയിലും മുകളിലും വെള്ളത്തുണി വിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു മേശ ഒരുക്കേണ്ടത്. ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇതിനകത്ത് ആഡ് ഇടാം, 2 മേശകളൊക്കെ ആഡ് ഇടാം, എങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അങ്ങനെ 4മത്തെ കാര്യം. ഇനി 5മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധം പുലർത്തുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനും ആക്കിയിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചാൽ മാത്രമാണ് നിങ്ങൾ ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. പുരോഹിതന്മാരും എല്ലാം കല്യാണം കഴിച്ചിടുന്നതായിട്ടാണ് നമുക്ക്, പ്രവാചകന്മാരെല്ലാം നമുക്ക് ബൈബിൾ വായിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും നമുക്ക് അതൊന്നും പ്രോബ്ലം ഉള്ള കാര്യമില്ല. അതൊക്കെ ദൈവത്തിന് സന്തോഷമാണ്. നമ്മൾ ഒരുങ്ങി നടക്കുന്നതും നമ്മൾ സന്തോഷിക്കുന്നതും ഒക്കെ നമ്മുടെ അപ്പായ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. 6മതായിട്ട് നമ്മൾ ഒരുപാട് വചനമൊക്കെ വായിച്ച് കർത്താവിനോട് കൂടി അന്ന് നമ്മൾ സമയം കണ്ടെത്തണം. 7മതായിട്ട് കൂടുതലും കുടുംബത്തോടു കൂടി കളിച്ചും ചിരിച്ചുമാണ് നമ്മളന്ന് കഴിയേണ്ടത്. പണ്ട് നമ്മൾ ചെറുപ്പകാലത്തുള്ള കുറേ കളികളൊക്കെ ഉണ്ടല്ലോ, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് അങ്ങനത്തെ കളികളൊക്കെ കളിച്ച് അവർക്ക് നമ്മുടെ യേശുവായുടെ ദൈവത്തിൻ്റെ കഥകൾ, ബൈബിളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം നിൽക്കണം. ഈ ടിവിയും മൊബൈലിൽ നിന്നൊക്കെ ഒരു ദിവസം മാറ്റി നിർത്തിയിട്ട് നമ്മൾ യേശുവായോട് ദൈവത്തോടു കൂടി നമ്മൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ സാബത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് മേശ ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ എന്നാണ് സാബത്തെന്ന് മനസ്സിലായി അല്ലേ? ഇനി സാബത്ത് നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നാണ്.
നിങ്ങളൊന്ന് വിചാരിച്ചു, സാബത്ത് ആചരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതായത് ഈ ലോകം മുഴുവനും സാത്താനുള്ളതാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഒരുമിച്ച് പോകുന്നത് നരകത്തിലേക്കാണ്. അത് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ അവർക്കൊന്നും ഒരു പ്രശ്നവും വരുത്തില്ല. പക്ഷേ സാത്താന് കിട്ടാത്ത ചില നല്ല ആത്മാക്കളെ, നമ്മളെപ്പോലെ സാബത്ത് ആചരിക്കുന്നവർക്ക് സാബത്ത് ആചരിക്കുന്നത് സാത്താൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മളുടെ ഫ്രണ്ട്സും നമ്മൾ ഉപദേശിക്കാൻ വന്നവരോടൊക്കെ ഈ സാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സാത്താന് സാബത്തിന് അത്രയ്ക്ക് പേടിയാണ്. അപ്പം അതിനെ കാരണം നമ്മൾ ലോകം മൊത്തം സാത്താന് ഉള്ളതാണ് സാത്താൻ അറിയാം. അതുകൊണ്ട് പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യലായിട്ട് നമ്മളുടെ ആത്മാക്കളെ സാത്താന് കിട്ടാൻ വേണ്ടി നരകത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവൻ പല വഴിയും സ്വീകരിക്കും. കുറേ മുടക്കങ്ങൾ വരുത്തും, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതെല്ലാം അതിജീവിച്ച് നമ്മൾ സാബത്ത് ആചരിച്ച് തുടങ്ങിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എന്താ പറയുക, അതൊരു ഭയങ്കര സന്തോഷം, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അപ്പനുമായിട്ട് അതൊക്കെ നമുക്ക് നേടാൻ സാധിക്കുന്നത് ഈ സാബത്തിലൂടെ. നിങ്ങൾ ആചരിച്ച് തുടങ്ങിയാലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്തോളൂ. അതുപോലെ വെളിപാട് 14:12 പറയുന്നുണ്ട്, ദൈവകൽപ്പന അനുസരിക്കുന്ന വിശുദ്ധന്മാരുടെ സഹനമാണ് അവിടെ ആവശ്യം എന്ന്. അതായത് അവസാന കാലത്ത് ദൈവകൽപ്പന 10 അനുസരിക്കുന്ന സാബത്തും കൂടി അനുസരിക്കുന്നവരുടെ സഹനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെയോ സഹിക്കാനുണ്ടല്ലേ. 12:17 വെളിപാട് 12:17 പറയുന്നുണ്ട്, ദൈവപ്രമാണം പാലിക്കുന്നവരോട് സാത്താൻ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും യുദ്ധമുണ്ട്, മരണമുണ്ട്. പക്ഷേ നമ്മൾ മരിക്കേണ്ടത് നമ്മുടെ ദൈവത്തിന് വേണ്ടിയാണെന്ന് മാത്രം. അല്ലാണ്ട് മറ്റുള്ളവൻ്റെ ദൈവത്തിന് കാഴ്ചയായിട്ടും വഴിപാടായിട്ടും നമ്മുടെ തല കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ രക്തസാക്ഷിയാവില്ല. നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി മരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിത്യരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ആചരിക്കേണ്ട വിധം, എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ ദീർഘമായൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ആചരിക്കേണ്ട വിധം ഞാനൊരു ലീഫ്ലെറ്റ് പോലെ ആഡ് ഇടാം. അത് നിങ്ങൾ നോക്ക്, എഴുതിയെടുക്കുക. മനസ്സിലാവാത്തവർക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരാം. പിന്നെ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ മർമ്മങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കുറേ ഉണ്ട്. അത് കൂടാണ്ട് പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു യഹൂദ സ്ത്രീയിലൂടെയാണ് ദൈവാത്മാവ് സംസാരിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറേ വെളിപാടുകൾ കിട്ടിയത്. അതും ജെറുസലേമിൽ നിന്ന്. അത് റീന ഫ്രാൻസിസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ റീന ഫ്രാൻസിസിൻ്റെ വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ കുറേ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതായത് റീന ഫ്രാൻസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏശയ്യ 2:3 കറക്റ്റ് പറയുന്നുണ്ട്. എന്താണ്? അവസാന കാലത്ത് ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ നിത്യവചസ് പുറപ്പെടും എന്ന്. ആ വചനമാണ് ഇന്ന് റീനയിലൂടെ അന്വർത്ഥമാകുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ജെറമിയ 17:6 അത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എനിക്ക് ഇന്ന് കിട്ടിയ ഒരു വെളിപാടാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ റീന ഫ്രാൻസിസ് സംസാരിക്കുമ്പോഴോ നിങ്ങൾ അവരെ വലിയ ആളായിട്ട് മനസ്സിൽ ചിത്രീകരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. എപ്പോഴും ആരാധനയും അതൊക്കെ വേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. എന്നാലാണ് യഥാർത്ഥമായ ഇത്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അത് എന്താ പറയുക, അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണല്ലോ. അപ്പം അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വൈകിട്ട് ഓരോരുത്തർ പോവും. അപ്പം അവർ പറയണ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയിലേക്ക് പ്രാധാന്യം ആണ് വരുന്നത്. അങ്ങനെയാണ് ആ വ്യക്തി പഠിപ്പിക്കുന്നതെങ്കിൽ ആ വ്യക്തി ശരിയായ പുള്ളിയല്ല. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ചില വ്യക്തികൾ പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തിയാണ് വലുതായി കാണിക്കുന്നതെങ്കിൽ അത് ശരിയായ പഠിപ്പിക്കലല്ല. പകരം ആ വ്യക്തി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടാണ് അടുക്കാൻ സാധിക്കുന്നതെങ്കിൽ, ദൈവത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്, നമ്മൾക്കും ദൈവവുമായി അടുക്കാനാണ് സാധിക്കുന്നതെങ്കിൽ ആ വ്യക്തിയാണ് ശരിയായ വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജെറമിയ 17:6
അതായത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂടുതൽ ആശ്രയിക്കുകയും കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുകയും ചെയ്താൽ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവരെന്നാ പറയണത്. മനസ്സിലായി? അവന് ഋതുഭേദമില്ല. ആ വരണ്ട ഒരു സ്ഥലത്ത് നിൽക്കുക മാത്രമേ ആ കുറ്റിച്ചെടിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ വ്യക്തിയിലൂടെ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിൽ വചനത്തിൽ പറയുന്നത് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റിയാൽ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. മനസ്സിലായി? അതിൻ്റെ വേരൂന്നത് വെള്ളത്തിലേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഇല എന്നും പച്ചപ്പായിട്ടാണ് ഇരിക്കുക. വേനൽക്കാലം വന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലായ? അതായത് ഹൃദയം എന്ന് പറഞ്ഞത് കപടത നിറഞ്ഞ ഒന്നാണ്. അത് പരീക്ഷിച്ചറിയുന്നത് നമ്മുടെ അപ്പയാണ്, നമ്മുടെ ദൈവമാണത് പരീക്ഷിച്ചറിയുന്നത്. ഇത് പറയുന്ന ഞാനോ അല്ലെങ്കിൽ റീന ഫ്രാൻസിസോ ഒന്നുമല്ല. ദൈവത്തിങ്കിലേക്കാണ് നമ്മൾ അടുക്കേണ്ടത്. നമ്മളുടെ വേരോടേണ്ടത് ദൈവത്തിലേക്കാണ്. ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഇനി അങ്ങനെയല്ല പഠിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരുപാട് പഠിപ്പിക്കലുകൾ വരുള്ളൂ. നമ്മളും കൺഫ്യൂഷൻ ആയിരിക്കും, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം മനസ്സിലാക്കുക തന്നെ വേണം. അതിന് നമ്മൾ ദൈവവുമായി കൂടുതൽ എടുക്കുക വേണ്ടേ. ഒരു വ്യക്തിയിലും ആശ്രയിക്കരുത്. മനസ്സിലായ? ഈ വ്യക്തികളെ വലുതാക്കി കാണിച്ചുകൊണ്ടുള്ള പഠിപ്പിക്കലാണ് എങ്കിൽ അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ആ വ്യക്തിയെ ശരിയല്ല, നിങ്ങൾ അവരെ കേൾക്കാനേ പാടില്ല. പക്ഷെ പകരം ആ വ്യക്തികളെ കേൾക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ, ദൈവത്തിലേക്കാണ് നമ്മൾ വേരൂന്നത് ആണ് എങ്കിൽ നമുക്ക് രക്ഷയുണ്ട്. നമ്മുടെ ഇല എന്നും പച്ചപ്പായിട്ട് നിൽക്കും. ഞാനും ഈ കുറേ കാര്യങ്ങൾ കേട്ടത് കൊണ്ട് മാത്രം വിശ്വസിച്ചതല്ല, ഞാനും അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഇവർ പറയുന്നതൊക്കെ ശരിയാണ്, നമ്മൾ ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ സമൂഹം അങ്ങനെയല്ലേ? പള്ളിയിൽ അവിടെ എല്ലാവരുടെയും പോയിരുന്ന് അവരൊക്കെ പറയണത് അങ്ങോട്ട് വിഴുങ്ങുക. അല്ലാണ്ട് അതിൽ സത്യമുണ്ടോ എന്ന് പോലും ആരെങ്കിലും അന്വേഷിക്കണുണ്ടോ? ദൈവത്തെ അന്വേഷിച്ചാലേ കണ്ടെത്തുമെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ? അപ്പം എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ദൈവത്തിങ്കിലേക്കാണ് വേരോടാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ എല്ലാവർക്കും ദൈവത്തിങ്കിലേക്ക് വേരോടാൻ സാധിക്കട്ടെ, ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും തോദാ റബ്ബ.